നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ. ഞാൻ റിജു രാമൻ. മഹാഭാരത കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ 4-ാമത്തെ അധ്യായമായിട്ടുള്ള വിരാടപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള കീചകവധപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കീചകൻ പാഞ്ചാലിയെ വന്ന് ശല്യപ്പെടുത്തുന്നതും ശല്യവും അപമാനവും സഹിക്കാൻ വയ്യാതെ ഭീമനെ ചെന്ന് സങ്കടം ഉണർത്തിക്കുന്നതും ഭീമൻ നിവൃത്തി ഉണ്ടാക്കി കൊടുത്ത് പറയാമെന്നും ഒക്കെ പറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഭീമനോട് രാത്രി മുഴുവൻ പരാതി പറഞ്ഞതിന് ശേഷം പാഞ്ചാലി തിരിച്ചതിൻ്റെ അന്തഃപുരത്തിലേക്ക് ചെന്നു. അന്തഃപുരത്തിൽ ചെന്ന സമയത്ത് കീചകൻ വീണ്ടും പാഞ്ചാലിയുടെ അടുത്ത് വരുന്നത് വരെയുള്ള കഥയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിലെ ഭാഗം കേൾക്കുക. പാഞ്ചാലിയോട് കീചകൻ സംസാരിക്കുകയാണ്. സഭയിൽ രാജാവ് നോക്കി നിൽക്കെ ഞാൻ നിന്നെ കാൽകൊണ്ട് തട്ടി വീഴ്ത്തിയില്ലേ? ബലവാനായിട്ടുള്ള ഞാൻ പിടിച്ചാൽ പിന്നെ അതിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട. ആ രാജാവ് പേരിന് മാത്രമുള്ള ഒരു രാജാവാണ്. എന്നാൽ ശരിക്കും ഈ രാജ്യം ഭരിക്കുന്നത് ഞാനാണ്. സൈന്യാധിപനും ഞാൻ തന്നെയാണ്. ഇടോ സുന്ദരി, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ സുഖമായിട്ട് എന്നെ സ്വീകരിച്ചോളൂ. ഞാൻ നിൻ്റെ ദാസനാകാം. സുന്ദരി, ഞാൻ നിനക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ തരാം, 100 ദാസികളെയും തരാം, 100 ദാസന്മാരെയും തരാം, ഭംഗിയുള്ള പെൺകുതിരകളെ പൂട്ടിയ തേരും തരാം. നീ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് സുഖമായിട്ട് ഒന്നിച്ചു ചേരണം. ദ്രൗപദി പറഞ്ഞു, കീചക, എൻ്റെ തീരുമാനം നീ കേൾക്കുക. ഞാൻ നിന്നോടൊപ്പം ചേരുന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ പോലും അറിയരുത്. അതുകൊണ്ട് എൻ്റെ താമസസ്ഥലത്ത് നീ വരിക. പ്രശസ്തരായിട്ടുള്ള ഗന്ധർവന്മാരെ അറിയുന്നതിൽ എനിക്ക് പേടിയുണ്ട്. എന്നോട് ഇക്കാര്യം സമ്മതിച്ചാൽ ഞാൻ നിനക്ക് വഴങ്ങാം. കീചകൻ പറഞ്ഞു, സുന്ദരി പൊന്നെ, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊള്ളാം. തനിച്ചാരും അറിയാതെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം. സുന്ദരി, നീ പേടിക്കണ്ട. നിൻ്റെ ഭർത്താക്കന്മാരായിട്ടുള്ള ഗന്ധർവന്മാർ അറിയാത്ത വിധം നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ആരും കാണാതെ രഹസ്യമായിട്ട് ഞാൻ വന്നോളാം. ദ്രൗപദി പറഞ്ഞു, മത്സ്യരാജാവ് പണി കഴിപ്പിച്ച് നൃത്തശാലയുണ്ടല്ലോ. പകൽ നൃത്തം പഠിക്കുന്ന പെൺകുട്ടികൾ രാത്രിയായാൽ വീട്ടിലേക്ക് പോകുമല്ലോ. ഇരുട്ടുള്ളപ്പോൾ അവിടേക്ക് വരിക. ഗന്ധർവന്മാർ അത് അറിയുകയില്ല. അവിടെ വെച്ച് ഞാൻ നിൻ്റെ ആഗ്രഹങ്ങൾ നടത്തും. അതിൽ യാതൊരു സംശയവുമില്ല. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇക്കാര്യം കീചകനുമായിട്ട് ഉറപ്പിച്ച ശേഷം ദ്രൗപദി പകൽ സമയം തീരാൻ വലിയ താമസം തോന്നി. പാതി ദിവസം 1 മാസം പോലെയാണ് അവൾക്ക് നീളമുള്ളതായി അനുഭവപ്പെട്ടു. അവൾ പിന്നീട് ഇക്കാര്യം ഭീമനോട് പോയി പറഞ്ഞു. കീചകനാകട്ടെ വലിയ സന്തോഷത്തോടെ സ്വന്തം വീട്ടിലേക്ക് പോയി. ബുദ്ധിശൂന്യനായിട്ടുള്ള അവൻ സൈരന്ധ്രിയുടെ രൂപം തൻ്റെ മരണത്തിൻ്റെ രൂപമാണെന്നുള്ള കാര്യം അറിഞ്ഞതേയില്ല. അവൻ അവളെക്കുറിച്ച് ചിന്തിച്ച് നല്ല മണമുള്ള മാലകളും ആഭരണങ്ങളും അണിഞ്ഞ് മൂടിക്കൂട്ടി. കാമപ്രാന്ത മൂത്ത അവൻ സ്വയം ഒരുങ്ങി നിന്നു. സന്ധ്യയാകാത്തതുകൊണ്ട് അവൻ മനസ്സുകൊണ്ട് വല്ലാതെ വിഷമിച്ചുപോയി. അന്നത്തെ പകൽ അവന് വളരെ നീളമുള്ളതായി തോന്നി. അവൻ ആ സുന്ദരിയെ തന്നെ ചിന്തിച്ചിരുന്നു. കെടാൻ പോകുന്ന വിളക്കിൻ്റെ തിരി ആളിപ്പടർന്ന് തിളങ്ങുന്നതുപോലെ ഐശ്വര്യം വിട്ടുപോകാൻ പോകുന്ന കീചകൻ പതിവിലും അധികം തേജസ്സോടുകൂടിയിട്ട് അന്ന് പ്രകാശിച്ചു. സൈരന്ധ്രയെ വിശ്വസിച്ച് കാമോഹിതനായിട്ടുള്ള കീചകൻ അവൾ വരുമെന്ന് കാത്തിരുന്നതുകൊണ്ട് പകൽ വളരെ സാവധാനമാണ് അവന് കടന്നുപോയത്. ദ്രൗപദി അടുക്കളയിൽ ചെന്ന് ഭീമസേനെ കണ്ടു പറഞ്ഞു, ഭർത്താവായുള്ള അങ്ങേ ഉപേക്ഷിച്ച് മനോഹരമായിട്ടുള്ള മുടിയുള്ള ഞാൻ കീചകനുമായിട്ട് കൂടാൻ നൃത്തശാലയിൽ സമയം നിശ്ചയിച്ചു. ആരുമില്ലാത്ത നൃത്തശാലയിൽ കീചകൻ ഒറ്റയ്ക്ക് വരും. വലിയ കൈക്കരുത്തുള്ള അങ്ങ് അവിടെ ചെന്ന് അവനെ കൊല്ലണം. അഹങ്കാരിയായിട്ടുള്ള ആ കീചകനെ ഇനി ജീവനോടെ വിടരുത്. ആ സൂതപുത്രൻ അഹങ്കാരം കൊണ്ട് ഗന്ധർവന്മാരെ അവമാനിക്കുന്നു. ഈ ലോകത്തുനിന്ന് തന്നെ അവനെ നീക്കം ചെയ്യണം. സങ്കടപ്പെടുന്ന എൻ്റെ കണ്ണുനീർ അങ്ങ് തുടച്ചാലും അങ്ങയുടെ ആത്മാവിനും വംശത്തിനും അങ്ങ് അഭിമാനം നൽകുക. അങ്ങേക്ക് മംഗളം. ഭീമൻ പറഞ്ഞു, അല്ലയോ ഭാഗ്യവതി, നീ ഭയപ്പെടേണ്ട. നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊള്ളാം. നീ പറഞ്ഞത് എനിക്കിഷ്ടമായി. ഭീമൻ തുടരുകയാണ്, സുന്ദരി, അവനെ കൊല്ലാൻ എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. കീചകനെ കൊല്ലുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് നീ പറഞ്ഞില്ലേ? ഹിഡിംബനെ കൊന്ന കാലത്തെ ആ സന്തോഷം ഞാൻ വീണ്ടും അനുഭവിക്കും. സഹോദരങ്ങളെയും ധർമ്മത്തെയും സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്യാം. ഞാൻ കീചകനെ ഇന്ദ്രൻ വൃത്രനെ കൊന്നതുപോലെ കൊല്ലും. ഒളിച്ചായാലും നേരിട്ടായാലും ഞാൻ തീർച്ചയായും കീചകനെ കൊല്ലും. ഇനി മത്സ്യരാജ്യത്തെ സൈന്യം എതിർത്താൽ അവരെയും ഞാൻ കൊന്നുകളയും. പിന്നെ വേഗത്തിൽ ദുര്യോധനെ കൊന്ന് ഭൂമി തിരിച്ചു പിടിക്കും. ദ്രൗപദി പറഞ്ഞു, കുന്തിപുത്ര, സത്യം കൈവിടാതെ എനിക്ക് വേണ്ടി നീ രഹസ്യമായി കീചകനെ കൊന്നുകൊള്ളുക. ഭീമൻ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. ഇന്ന് കീചകനെയും അവൻ്റെ ബന്ധുക്കളെയും ഞാൻ ഇല്ലാതാക്കും. അഭിമാനിയായിട്ടുള്ള നീ കേൾക്കുക. ഞാൻ ആരും കാണാതെ രാത്രി ഇരുട്ടത്തി എന്ന് കിട്ടാൻ പ്രയാസമുള്ള വസ്തു ആഗ്രഹിക്കുന്ന ആ ദുഷ്ടൻ്റെ തല ആന കൂവളങ്ങ ചവിട്ടി പൊട്ടിക്കുന്നതുപോലെ ചവിട്ടി തകർക്കും. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഭീമനൻ നേരത്തെ തന്നെ ഒളിവിൽ രാത്രിയിൽ സിംഹം ആനി എന്ന പോലെ രഹസ്യമായി കീചകനെ കാത്തിരുന്നു. കീചകൻ ഒരുക്കങ്ങളൊക്കെ നടത്തി ദ്രൗപദിയെ കാണാമെന്ന ആഗ്രഹത്തോടെ നൃത്തശാലയിലെത്തി. പറഞ്ഞിട്ടുള്ള സ്ഥലമോർത്ത് ആ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി. കൂരിരുട്ട് നിറഞ്ഞ ആ വലിയ ഗ്രഹത്തിനുള്ളിൽ അവൻ കടന്നു. മുന്നിൽ ചെന്ന് കാത്തു നിൽക്കുന്ന അതിശക്തനായിട്ടുള്ള ഭീമൻ്റെ അടുത്തെത്തി. ആ വലിയ മുറിയുടെ ഒരറ്റത്തായിരുന്ന അവൻ്റെ അടുത്തേക്ക് ദുഷ്ടൻ ചെന്നു. ദ്രൗപദിയെ കാണാൻ സാധിച്ചതോർത്ത് സന്തോഷിച്ചും കാമം കൊണ്ട് ശ്വാസം ചൂടായും കട്ടിലിൽ ഭീമസേനൻ കിടക്കുന്നതിൻ്റെ അടുത്ത് ചെന്ന് അവൻ ചേർന്നിരുന്നു. ദ്രൗപദിയാണ് അവിടെ കിടക്കുന്നതെന്നായിരുന്നു അവൻ്റെ വിചാരം. സന്തോഷത്തോടെ ഭീമനെ സ്പർശിച്ച് ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഓമനെ, ഞാൻ നിനക്ക് പലതരം സമ്പത്ത് നൽകാം. രൂപലാവല്യമുള്ള സുന്ദരിമാരോടുകൂടി സന്തോഷിക്കാൻ കഴിയുന്ന അന്തഃപുരങ്ങളും സമ്പത്തുമൊക്കെ നിനക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. സുന്ദരിമായിട്ടുള്ള സ്ത്രീകൾ എന്നെപ്പറ്റി പുകഴ്ത്തി എന്താണ് പറയുന്നതെന്ന് നിനക്ക് കേൾക്കണോ? വേഷം കൊണ്ടും ഭംഗി കൊണ്ടും
നിന്നെപ്പോലെ ഇത്രയും ചേരുന്ന പുരുഷന്മാർ ഈ ലോകത്തില്ല എന്നാണ് അവർ പറയുന്നത്. ഭീമൻ പറഞ്ഞു, കൊള്ളാം, നീ കാണാൻ നല്ലവനാണ്, നിന്റെ ആത്മപ്രശംസ വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള ഒരു സ്പർശനം ഇതിനു മുമ്പ് നീ അനുഭവിച്ചിട്ടുണ്ടാവില്ല. നീ പല വിദ്യകളും അറിയുന്നവനാണല്ലോ. സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്നതിൽ നിന്നെപ്പോലെ യോഗ്യനായിട്ടുള്ള പുരുഷൻ വേറെയില്ല. ഇത് പറഞ്ഞുകൊണ്ട് വലിയ കരുത്തനായിട്ടുള്ള ഭീമൻ കട്ടിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മല പോലെ വലുപ്പമുള്ള ആനയെ സിംഹമെന്ന പോലെ ദുഷ്ടനായിട്ടുള്ള നിന്നെ ഞാൻ മണ്ണിലിട്ട് വലിക്കുന്നത് നിന്റെ സഹോദരി കാണട്ടെ. നീ ചത്തതിന് ശേഷം സൈരന്ധ്രിക്ക് തടസ്സമില്ലാതെ നടക്കാം. അവളുടെ ഭർത്താക്കന്മാർ സുഖമായി കഴിയട്ടെ എന്ന് പറഞ്ഞ് മാലി അണിഞ്ഞ കീചകന്റെ മുടിയിൽ ഭീമൻ പിടികൂടി. മുടിയിൽ ബലമായി പിടിച്ചപ്പോൾ ഞെട്ടിപ്പോയ കീചകൻ തല ചായച്ച് തൻ്റെ ശത്രുവിനെ 2 കൈകൊണ്ടും പിടിച്ചു. അങ്ങനെ ആ വീരന്മാർ രണ്ടുപേരും ദേഷ്യത്തോടെയുള്ള അതിഭയങ്കരമായിട്ടുള്ള മല്ലയുദ്ധം തുടങ്ങി. വസന്തകാലത്ത് പെണ്ണാനയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള ആനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെ അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ശക്തരിൽ ശക്തരായിട്ടുള്ള കീചകനും പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ള ഭീമനും തമ്മിലാണ് യുദ്ധം. ബാലിയും സുഗ്രീവനും തമ്മിലെന്ന പോലെ പരസ്പരം കൊല്ലാൻ അവർ വാശിയോടെ ശ്രമിച്ചു. കൈകൾ ഉയർത്തി പത്തി വിടർത്തിയ പാമ്പിനെ പോലെ ദേഷ്യത്തോടെ നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ച് അവർ മുറിവേൽപ്പിച്ചു. കരുത്തനായിട്ടുള്ള കീചകൻ സർവ്വശക്തിയും എടുത്ത് പ്രഹരിച്ചു. ബുദ്ധിമാനായിട്ടുള്ള ഭീമൻ നിന്ന നിൽപ്പിൽ നിന്നും അനങ്ങിയതേയില്ല. കാളകളെപ്പോലെ കരുത്തരായിട്ടുള്ള അവർ തമ്മിൽ പിടിച്ചു വലിക്കുകയും ബഹളം വെക്കുകയും ചെയ്തു. യുദ്ധം ഭയങ്കരമായി മാറി. ദേഷ്യം വന്ന പുലികളെപ്പോലെ നഖവും പല്ലുകളും ആയുധങ്ങളാക്കി അവർ പരസ്പരം ആക്രമിച്ചു. കീചകൻ ദേഷ്യത്തോടെ ചാടി ഭീമനെ 2 കൈകൾ കൊണ്ടും കെട്ടിമുറുക്കി. 2 മതയാനികൾ തമ്മിൽ പോരാടുന്നത് പോലെ കീചകനെയും പിടികൂടി. ബലവാനായിട്ടുള്ള കീചകൻ പിടിപിടിക്കാൻ പൊരുതി. ഇരുവരുടെയും കൈകൾ തമ്മിൽ ഉരസിയപ്പോൾ കരിങ്ങാലിമരം പൊളിക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടായി. ഭീമൻ കീചകന്റെ അരക്കെട്ടിൽ പിടിച്ചു വലിച്ചു. കഠിനമായിട്ടുള്ള കാറ്റ് വൃക്ഷത്തെ എന്ന പോലെ ബലമായി കുലുക്കി. അതിൽ കീചകനപ്പം തളർന്നുവെങ്കിലും പെട്ടെന്ന് തൻ്റെ ശക്തി മുഴുവൻ പ്രയോഗിച്ച് ഭീമനെ തള്ളി. അതോടുകൂടി നിലത്തെറ്റിയ ഭീമൻ മുട്ടുകുത്തി വീണുപോയി. ആ വീഴ്ചയിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ ഭീമൻ കാലിനെ പോലെ ഭയങ്കരനായിരുന്നു. പിന്നെ അവർ തമ്മിൽ ക്രൂരമായിട്ട് പോരാടി. അർദ്ധരാത്രിയിൽ ആ വിജനമായിട്ടുള്ള സ്ഥലത്തെ അവർ പരസ്പരം വലിച്ചിഴച്ചു. ആ വലിയ കെട്ടിടം കുലുങ്ങുമാർ അവർ ഭയങ്കരമായി അലറി. കൈകൾ കൊണ്ട് ഭീമനടിക്കുന്ന ശക്തമായിട്ടുള്ള അടി കീചകൻ തടുക്കാൻ ശ്രമിച്ചു. എങ്കിലും ആ അടികളുടെ ശക്തി സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ക്രമേണ കീചകൻ തളർന്നു. അങ്ങനെ ഭീമന്റെ അടിയേറ്റ് കീചകൻ പതറിപ്പോയി. ശത്രുവിന്റെ ബലം കുറഞ്ഞു വന്നു എന്ന് കണ്ടപ്പോൾ ഭീമൻ അവനെ പിടിച്ച് മാറോട് ചേർത്ത് ശ്വാസം മുട്ടിച്ചു. ബലം കുറഞ്ഞു നിൽക്കുന്ന കീചകന്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു. മാനിനെ പിടികൂടിയ പുലിയെപ്പോലെ ഉച്ചത്തിൽ അലറി. പിന്നെ തളർന്ന മനുഷ്യനെ പശുവിനെ കയറുകൊണ്ട് എന്ന പോലെ കൈകൾ കൊണ്ട് കെട്ടിപ്പൊതിഞ്ഞു. ഭീമൻ കീചകനെ വീണ്ടും വീണ്ടും പിടിച്ചു മുറുക്കി ബോധം കെടുന്ന രീതിയിൽ നിശ്ചലനാക്കി. പിന്നെ അവന്റെ കഴുത്ത് ഭീമൻ 2 കൈകൾ കൊണ്ടും ബലമായി പിടിച്ചു ഞെക്കി. ദ്രൗപദിക്കുണ്ടായ സങ്കടം മാറുന്ന രീതിയിൽ അവനെ പീഡിപ്പിച്ചു. ശരീരം തളർന്ന് അവന്റെ കണ്ണുകൾ മറിഞ്ഞുപോയി. ആ സമയത്ത് മുട്ടുകുത്തി അരക്കെട്ടിലമർത്തി കൈകൊണ്ട് ഞെക്കി പശുവിനെ കൊല്ലുന്ന വിധത്തിൽ കീചകനെ ഭീമൻ കൊന്നു. കീചകൻ മരിച്ചു എന്ന് ഉറപ്പാക്കി ഭീമൻ അവനെ നിലത്ത് തള്ളിയിട്ട് ഇപ്രകാരം പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ അപമാനിച്ചവനെ കൊന്ന് ഇന്ന് ഞാൻ കടം വീട്ടി. സൈരന്ധ്രിയെ ദ്രോഹിച്ചവനെ കൊന്ന് വലിയ സമാധാനം ഞാൻ നേടി എന്ന് മരിച്ച കീചകനോട് പറഞ്ഞിട്ട് കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോട് കൂടിയിട്ട് ആഭരണങ്ങളും വസ്ത്രങ്ങളും മാറ്റി ചത്ത കീചകനെ വലിച്ചെറിഞ്ഞു. പല്ലുകൾ കടിച്ച് കൈകൾ ഞെരിച്ച് ആ ശക്തനായിട്ടുള്ള ഭീമസേനൻ ദേഷ്യത്തോടെ അവൻ്റെ ദേഹത്ത് കയറി ചവിട്ടി. അവൻ്റെ കയ്യും കാലും തലയുമൊക്കെ ഒടിച്ച് ശരീരത്തിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. ശരീരഭാഗങ്ങൾ മർദ്ദിച്ചൊതുക്കി ഒരു മാംസപിണ്ഡം പോലെയാക്കി. എന്നിട്ട് ദ്രൗപദിയെ വിളിച്ച് ഭീമസേനൻ ഇത് കാണിച്ചു കൊടുത്തു. തേജസ്വിയായിട്ടുള്ള ഭീമൻ ദ്രൗപദിയോട് പറഞ്ഞു, പാഞ്ചാലി, നീ നോക്കൂ, ഈ കാമുകന്റെ കിടപ്പൊന്ന് നോക്കൂ എന്ന് പറഞ്ഞ് പരാക്രമിയായിട്ടുള്ള ഭീമൻ കാലുകൊണ്ട് ആ ദുഷ്ടന്റെ ദേഹത്ത് തട്ടി. ഒരു പന്തം കത്തിച്ച് ആ ഇരുട്ടിൽ അവൻ്റെ രൂപം ദ്രൗപദിയെ കാണിച്ചു കൊടുത്തു. വീരനായിട്ടുള്ള ഭീമൻ അവളോട് ഇങ്ങനെ പറഞ്ഞു, സുന്ദരിയായിട്ടുള്ള ദ്രൗപദി, നിന്നെ ആഗ്രഹിക്കുന്നവരുടെ അവസ്ഥ ഇപ്രകാരമായിരിക്കും. ഈ കീചകന്റെ അവസ്ഥ തന്നെയായിരിക്കും അവർക്കും. തനിക്ക് പ്രിയപ്പെട്ട ഈ സാഹസിക പ്രവൃത്തി ചെയ്ത് ദേഷ്യം തീർന്നതിന് ശേഷം ഭീമൻ ദ്രൗപദിയോട് യാത്ര പറഞ്ഞ് പാചകശാലയിലേക്ക് തിരിച്ചുപോയി. കീചകന്റെ മരണം കണ്ട ദ്രൗപദി സന്തോഷിച്ച് സങ്കടമെല്ലാം മാറി നൃത്തശാലയിലെ കാവൽക്കാരോട് പറഞ്ഞു, എൻ്റെ ഭർത്താക്കന്മാരായിട്ടുള്ള ഗന്ധർവന്മാർ ഇതാ കീചകനെ കൊന്നിരിക്കുന്നു. കീചകൻ ഇതാ വീണ് കിടക്കുന്നു. പരസ്ത്രീകളെ ആഗ്രഹിച്ച് അവനെ നിങ്ങൾ ചെന്ന് നോക്കൂ. അവർ പറഞ്ഞ വാക്ക് കേട്ട കാവൽക്കാർ പെട്ടെന്ന് പന്തം കൊളുത്തി ഓടി അകത്തേക്ക് കിടന്നു. മരിച്ചു കിടക്കുന്ന കീചകനെ രക്തത്തിൽ കുളിച്ച വികൃത രൂപത്തിൽ അവർ കണ്ടു. കൈകാലികളില്ലാത്ത ഒരു മാംസമുണ്ടം പോലെ കിടക്കുന്ന അവനെ കണ്ട് അവർ ഞെട്ടിത്തരിച്ചുപോയി. കണ്ടവർ അത്ഭുതത്തോടു കൂടിയിട്ട് വീണ്ടും വീണ്ടും നോക്കി. മനുഷ്യസാധ്യമല്ലാത്ത ഈ പ്രവൃത്തി കണ്ടവർ അത്ഭുതപ്പെട്ടു നിന്നു. ഗന്ധർവ്വനാൽ കൊല്ലപ്പെട്ട കീചകന്റെ കാലുകളെവിടെ, കൈകളെവിടെ, കഴുത്തെവിടെ, തലയെവിടെ, അവിടെയെല്ലാം അവർ സൂക്ഷിച്ച് തിരയാൻ തുടങ്ങി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കീചകനെ ഗന്ധർവന്മാർ കൊന്നുവെന്ന വാർത്ത അറിഞ്ഞ് അവൻ്റെ ബന്ധുക്കളെല്ലാം മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. കീചകനെ നോക്കി അവർ ചുറ്റും കൂടി നിലവിളിക്കുകയും കരയുകയും ചെയ്തു. കരക്കേറ്റിയ ആമയെപ്പോലെ കാലും കൈയും തലയുമൊക്കെ ഉള്ളിലായി കീചകനെ കണ്ടവർ പേടിച്ചു വിറച്ചു. ഇന്ദ്രൻ അസുരന്മാരെ എന്ന പോലെ ഭീമൻ നശിപ്പിച്ച ആ ശരീരം സംസ്കരിക്കുന്നതിനായി പുറത്തെടുക്കാൻ അവർ ഒരുങ്ങി. അപ്പോൾ ദൂരെയല്ലാതെ ഒരു തൂണിൽ ചാരി നിൽക്കുന്ന കൃഷ്ണയെ കീചകന്റെ ബന്ധുക്കൾ കണ്ടു. അവർ പറഞ്ഞു, കീചകൻ മരിക്കാൻ കാരണം ഇവളാണ്, ഉടനെ ഇവളെ കൊല്ലണം. കീചകനെ ആഗ്രഹിച്ച പോലെ ഇവളെ കീചകനോടൊപ്പം തന്നെ ചുട്ടരിക്കണം. മരിച്ചാലും കീചകന്റെ ഇഷ്ടം നടക്കട്ടെ. അവർ ഓടിച്ചെന്ന് വിരാട രാജാവിനോട് അനുവാദം ചോദിച്ചു. കീചകൻ മരിച്ചത് സൈരന്ധ്രി കാരണമാണ്.
അതുകൊണ്ട് ചത്ത കീചകനോടൊപ്പം ചേർത്ത് കെട്ടി അവളെ ചുടാൻ രാജാവെ അങ്ങ് അനുവാദം തന്നാലും. അവരുടെ പരാക്രമം കണ്ട് ഭയന്ന രാജാവ് അതിന് അനുവാദം നൽകി. പേടിച്ചു പറയ്ക്കുന്ന സുന്ദരിയായിട്ടുള്ള ദ്രൗപദിയെ അവർ പിടികൂടി. അവളെയും കൂട്ടി കീചകന്റെ ശവത്തോടൊപ്പം വെച്ചുകെട്ടി ചുടുകാട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഭർത്താക്കന്മാരുണ്ടായിട്ടും അനാഥയെപ്പോലെ അവൾ ഉറക്ക നിലവിളിച്ചു. ദ്രൗപദി ഉറക്ക വിളിച്ചു, ജയ, ജയന്ത, വിജയ, ജയൽസേന, ജയൽബല, നിങ്ങൾ കേൾക്കണേ, എന്നെ ഇതാ ഇവർ കൊണ്ടുപോകുന്നു. ഇടിവെട്ടുന്ന പോലെ ശബ്ദമുണ്ടാക്കുന്നവരും ശക്തരുമായിട്ടുള്ള ഗന്ധർവന്മാരെ, നിങ്ങൾ കേൾക്കണേ, എന്നെ ഇവർ കൊണ്ടുപോകുന്നേ. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ദ്രൗപദിയുടെ സങ്കടം നിറഞ്ഞ വാക്കുകൾ കേട്ട് ഭീമസേനൻ ഉടനെ അവിടേക്ക് പാഞ്ഞെത്തി. ഭീമസേനൻ പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ പേടിക്കേണ്ട. സൈരന്ധ്രി, നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഉടനെ തന്നെ ഭീമസേനൻ ഒരു കൂട്ടക്കൊല നടത്താൻ തന്നെ തീരുമാനിച്ചു. തൻ്റെ വേഷം മാറി പുറത്തേക്ക് കിടന്നു. അദ്ദേഹം പെട്ടെന്ന് മതിൽ ചാടിക്കടന്ന് ചുടുകാട്ടിലേക്ക് കുതിച്ചു. നഗരം വിട്ടുപോയ ഭീമൻ നിമിഷങ്ങൾക്കുള്ളിൽ കീചകന്മാരുടെ മുമ്പിലെത്തി. ചുടുകാടിൻ്റെ അടുത്ത് ഒരു വലിയ മരം കണ്ടു. ഒരു ആനയെപ്പോലെ അവൻ ആ മരത്തെ ചുറ്റിപ്പിടിച്ചു. 10 കോൽ പൊക്കമുള്ള മരം വേരോടെ പറിച്ച് തോളിലേറ്റി അവൻ അവരുടെ മുമ്പിൽ നിന്നു. ആ ശക്തമായിട്ടുള്ള മരം ഓങ്ങി കാലദണ്ഡം പിടിച്ച് കൈമനെപ്പോലെ ഭീമൻ അവരെ എതിർത്തു. അവൻ്റെ പാച്ചിലിൽ വഴിയിലുള്ള മരങ്ങളൊക്കെ കൂട്ടമായി നിലംപൊത്താൻ തുടങ്ങി. ദേഷ്യപ്പെട്ട സിംഹത്തെപ്പോലെ വരുന്ന ഗന്ധർവനെ പോലെയുള്ള കീചകനെ പോലെയുള്ള ഭീമനെ കണ്ടപ്പോൾ കീചകന്റെ ആളുകൾ ഭയന്ന് പറിച്ചുപോയി. യമുനെപ്പോലെ വരുന്ന അവനെ കണ്ടവർ പരസ്പരം പറഞ്ഞു, ശക്തനായിട്ടുള്ള ഗന്ധർവൻ ഇതാ മരം പറിച്ചുകൊണ്ടുവരുന്നു. നമുക്ക് ആപത്തുണ്ടാക്കി ഈ സ്ത്രീയെ ഉടനെ വിടുക. ഭീമൻ മരം വീശി വരുന്നത് കണ്ടവർ ഉടനെ ദ്രൗപദിയെ വിട്ടു. പേടിച്ചോടുന്ന 105 പേരെയും ഇന്ദ്രൻ അസരന്മാരെ എന്ന പോലെ ഭീമൻ ആ മരം കൊണ്ട് കൊന്നു. പിന്നെ പാഞ്ചാലിയെ കെട്ടഴിച്ചുവിട്ട് ആശ്വസിപ്പിച്ചു. അവളുടെ കണ്ണുനീർ കണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് ഭീമൻ ഇപ്രകാരം പറഞ്ഞു, തെറ്റൊന്നും ചെയ്യാത്ത നിന്നെ ഉപദ്രവിക്കുന്നവരെ ഇങ്ങനെയൊക്കെ ഞാൻ കൊന്നുകളയും. ദ്രൗപദി, നീ പേടിക്കേണ്ട, നീ നഗരത്തിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കുള്ളൂ. വൈശമ്പായനൻ കഥ തുടരുകയാണ്. 105 പേരെ അവിടെ വെച്ച് ഭീമൻ കൊന്നു. അവരൊക്കെ കിടക്കുന്നത് കണ്ടാൽ മരം വെട്ടിയിട്ട കാട് പോലെ തോന്നും. പ്രകാരം 105 പേരുടെ കഥ ഭീമൻ അവസാനിപ്പിച്ചു. സേനാധിപതിയായിട്ടുള്ള കീചകനെ അതിൽ നിന്ന് കൊന്നിരുന്നല്ലോ. അങ്ങനെ ആകെ 106 പേരെയാണ് അന്ന് ആ രാത്രിയിൽ ഭീമൻ കൊന്നത്. സ്ത്രീ പുരുഷന്മാരൊക്കെ ഈ അത്ഭുതം കണ്ട് അമ്പരന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ ഭയം കൊണ്ട് ഒന്നും മിണ്ടാൻ ധൈര്യപ്പെട്ടില്ല. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കീചകന്റെ ആൾക്കാരെയെല്ലാം ഗന്ധർവൻ കൊന്നെന്ന വിവരം ജനങ്ങൾ ഓടിച്ചെന്ന് രാജാവിനെ അറിയിച്ചു. ശക്തരായ അവരെയെല്ലാം ഗന്ധർവ്മാൻ കൊന്നുകളഞ്ഞു. ഇടിമണ്ണിലെത്തി തകർന്ന മലനിരകൾ പോലെ എല്ലാവരും ഇതാ വീണ് കിടക്കുന്നു. സൈരന്ധ്രി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും അങ്ങയുടെ കൊട്ടാരത്തിലെത്തുന്നു. രാജാവേ, അങ്ങയുടെ നഗരം ഇപ്പോൾ കുഴപ്പത്തിലായിരിക്കുന്നു. സൈരന്ധ്രി അതീവ സുന്ദരിയാണ്, ഗന്ധർവന്മാരാകട്ടെ അതിശക്തരും. സൈരന്ധ്രി കാരണമാണ് അങ്ങയുടെ നഗരത്തിന് ഈ ആപത്തൊക്കെ വന്നത്. ഉടനെ നഗരം നശിക്കാത്ത രീതിയിൽ അങ്ങ് ഉചിതമായി ചെയ്താലും. അവർ പറഞ്ഞു കേട്ട് വിരാട രാജാവ് പറഞ്ഞു, മരിച്ച എല്ലാവരെയും ഒന്നിച്ച് ചിതയിൽ ദഹിപ്പിക്കണം. അവർക്ക് വേണ്ടിയുള്ള മരണാന്തര ക്രിയകളെല്ലാം ശരിയായി ചെയ്യണം. ചന്ദനമരങ്ങൾ ഉൾപ്പെടെയുള്ള നല്ല വിറകുകൾ ഉപയോഗിച്ച് വേണം ദഹിപ്പിക്കുവാൻ. പിന്നെ രാജാവ് തൻ്റെ പ്രധാന പത്നിയായിട്ടുള്ള സുദേഷണയോട് പറഞ്ഞു, സൈരന്ധ്രി വന്നാൽ ഞാൻ പറഞ്ഞതായി നീ പറയണം. സൈരന്ധ്രി, നിന്റെ ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും നീ പൊക്കോളുക. നിനക്ക് ശുഭം വരട്ടെ. ഗന്ധർവന്മാരുടെ ആക്രമണത്തിൽ പേടിച്ചിരിക്കുകയാണ് രാജാവ്. ഗന്ധർവന്മാർ സംരക്ഷിക്കുന്ന നിന്നോട് നേരിട്ട് സംസാരിക്കാൻ രാജാവിന് പേടിയാണ്. സ്ത്രീകൾ പറയുന്നത് കേട്ട് തെറ്റില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നോട് ഇത് പറയുന്നത്. രാജാവ് വല്ലാതെ പേടിച്ചു പോയിരുന്നു. ഭീമൻ രക്ഷിച്ച ദ്രൗപദി പേടി മാറി വിരാടപുരത്തിൽ തിരിച്ചെത്തി. പുലി പിടിച്ച മാൻപേടെ പോലെയുള്ള അവളുടെ പേടി മാറി വെള്ളത്തിലിറങ്ങി വസ്ത്രവും ശരീരവും കഴുകി അവൾ വൃത്തിയാക്കി. അവളെ കണ്ടപ്പോൾ പുരുഷന്മാർ പേടിച്ച് പല ദിക്കുകളിലേക്ക് ഓടിപ്പോയി. ചിലർ പേടിച്ച് കണ്ണടച്ചു നിന്നു. പിന്നെ അവൾ പാചകശാലയുടെ വാതിക്കൽ വെച്ചിട്ട് ഭീമസേനനെ കണ്ടു. മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ആംഗ്യഭാഷയിൽ ഭീമനോട് പറഞ്ഞു, എന്നെ രക്ഷിച്ച ഗന്ധർവരാജാവിന് വന്ദനം. ഭീമൻ പറഞ്ഞു, മുമ്പ് ഇവിടെ വെച്ച് നിന്നെ കളിയാക്കിയിരുന്ന പുരുഷന്മാർ ഇന്ന് നിന്റെ വാക്ക് കേട്ട് അവരുടെ കടം തീർന്നതോർത്ത് സന്തോഷിക്കും. പിന്നെ അർജുനനെ നൃത്തശാലയിൽ വെച്ചിട്ട് സൈരന്ധ്രി കണ്ടു. വിരാട രാജകുമാരിയുടെ നൃത്ത അധ്യാപകനായിട്ടുള്ള അർജുനൻ അപ്പോൾ പുറത്തേക്ക് വരികയായിരുന്നു. കൂടെയുള്ള പെൺകുട്ടികൾ കുറ്റമൊന്നും ചെയ്യാതെ കഷ്ടപ്പെട്ട ദ്രൗപദിയെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഭാഗ്യം, സൈരന്ധ്രി രക്ഷപ്പെട്ടല്ലോ. ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും മരിച്ചു. നിന്നെ കഷ്ടപ്പെടുത്തിയവരാരും ബാക്കിയില്ല. ബൃഹന്നള ചോദിച്ചു, സൈരന്ധ്രി എങ്ങനെ രക്ഷപ്പെട്ടു? ആ ദുഷ്ടന്മാർ എങ്ങനെ മരിച്ചു? നടന്നതെല്ലാം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൈരന്ധ്രി പറഞ്ഞു, ബൃഹന്നളെ, എന്നെക്കൊണ്ട് നിനക്ക് എന്ത് കാര്യം? നീ രാജകുമാരിമാരുടെ കൂട്ടത്തിൽ സന്തോഷമായിട്ട് കഴിയുകയാണല്ലോ. സൈരന്ധ്രിക്കുണ്ടാകുന്ന സങ്കടം നിനക്കറിയില്ല. അതുകൊണ്ട് നീ എന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ബൃഹന്നള പറഞ്ഞു, ബൃഹന്നളയ്ക്കും അങ്ങേറ്റത്തെ ദുഃഖമുണ്ടെന്ന് നീ അറിയണം. നപുംസകമായ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിന്റെ കൂടെ തന്നെയാണ് ഞാൻ കഴിഞ്ഞത്. നീ നഷ്ടപ്പെട്ട സമയത്ത് നിന്റെ ദുഃഖത്തെ ഓർക്കാൻ കഴിയാത്തവർ ആരാണുള്ളത്? മറ്റൊരാളുടെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നെയും നിനക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. പിന്നെ പെൺകുട്ടികളുടെ എല്ലാം കൊട്ടാരത്തിൽ കടന്ന ദ്രൗപദി സുദേഷണയുടെ അടുത്തെത്തി. അപ്പോൾ വിരാട രാജാവ് പറഞ്ഞ വാക്ക് സുദേഷണ അവളോട് പറഞ്ഞു, സൈരന്ധ്രി, നീ വേഗം പൊയ്ക്കൊള്ളുക. നിനക്ക് എവിടെയാണോ പോകാൻ താല്പര്യം അവിടേക്ക് തന്നെ പൊക്കോളുക. രാജാവ് നിന്നിൽ ഗന്ധർവന്മാരുടെ ബാധയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ വലിയ പേടിയിലായിരിക്കുകയാണ്. നീയാണെങ്കിൽ യുവതിയാണ്, അതിസുന്ദരിയുമാണ്. ഭൂമിയിലെ സുന്ദരിമാരിൽ മുൻപന്തിയിലാണ് നീ. പുരുഷന്മാരാണെങ്കിൽ മോഹങ്ങൾ കടിമപ്പെടുന്നവരാണ്. ഗന്ധർവന്മാരാകട്ടെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരുമാണ്. സൈരന്ധ്രി പറഞ്ഞു,
അല്ലയോ സുന്ദരിയായിട്ടുള്ള രാജ്ഞി, എന്നോട് ക്ഷമിച്ച് 13 ദിവസം കൂടി ഇവിടെ നിൽക്കാൻ നീ അനുവദിക്കണം. അതോടെ ഗന്ധർവന്മാർ തൃപ്തരാകും. അതിലങ്ങ് ഒട്ടും സംശയിക്കേണ്ട. പിന്നെ അവർ നിന്നോട് ഇഷ്ടം കാണിക്കുകയും എന്നെ അവർ കൊണ്ടുപോവുകയും ചെയ്യും. ബന്ധുക്കളോട് കൂടിയിട്ടുള്ള രാജാവിനും ആ ഗന്ധർവന്മാർ നന്മ വരുത്തും. ഇതിൽ വിശ്വസിക്കുക, ഇത് ഉറപ്പാണ്. ദ്രൗപദിയുടെ വാക്കുകൾ കേട്ടിട്ട് ഗത്യന്തരമില്ലാതെ സുദേഷണ അതിന് സമ്മതിച്ചു കൊടുത്തു. ഇതോടുകൂടിയിട്ട് കീചക വധപർവം എന്ന് പറയുന്ന വിരാടപർവത്തിലെ ഒരു ഉപപർവം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പുതിയൊരു ഉപപർവത്തിലേക്ക് കിടക്കുകയാണ്, ഗോഹരണ പർവം. അപ്പോൾ ഇവിടെ നമ്മൾ അജ്ഞാതവാസത്തിൽ കഴിയുന്ന പാണ്ഡവന്മാരെ, ചാരന്മാരെ വിട്ടിട്ട് കൗരവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കീചകൻ തന്നെ സഹോദരന്മാരോടൊപ്പം കൊല്ലപ്പെട്ട ഭയങ്കരമായിട്ടുള്ള വാർത്ത കേട്ട് നാട്ടുകാരെല്ലാവരും അത്ഭുതപ്പെട്ടു. പട്ടണത്തിലും ഗ്രാമത്തിലും ജനങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ശൗര്യം കൊണ്ടും രാജ്യസേവനം കൊണ്ടും സേനാപതിയായി തീർന്ന ബലവാനായിട്ടുള്ള കീചകനെ അവൻ്റെ ദുർബുദ്ധിയും പരസ്ത്രീകളെ മോഹിക്കുന്ന സ്വഭാവം കാരണം ഗന്ധർവന്മാർ കൊന്നുകളഞ്ഞുപോലും. ഇപ്രകാരം ശത്രുക്കളെ പേടിപ്പിച്ചിരുന്ന കീചകന്റെ മരണവാർത്ത എല്ലായിടത്തും സംസാര വിഷയമായി. ധൃതരാഷ്ട്രർ അയച്ച ചാരന്മാർ പല നാടുകളിലും നഗരങ്ങളിലും ചുറ്റിക്കറങ്ങി. കേട്ട വാർത്തകളെല്ലാം കുറിച്ചു വെച്ച് സന്തോഷത്തോടു കൂടിയിട്ട് അവർ മടങ്ങിയെത്തി. അവർ രാജധാനിയിൽ ചെന്ന് കുരുരാജാവായിട്ടുള്ള ദുര്യോധനെ കണ്ടു. ദ്രോണർ, കർണൻ, കൃപർ, ഭീഷ്മർ തുടങ്ങിയ മഹാരഥന്മാരും സഹോദരന്മാരും ത്രികർത്ത രാജാക്കന്മാരും സഭയിലിരിക്കുന്ന സമയത്ത് ചാരന്മാർ ചെന്ന് ഇപ്രകാരം അറിയിച്ചു. ചാരന്മാർ പറഞ്ഞു, മഹാരാജാവേ, പാണ്ഡവരെ കണ്ടെത്താൻ ഞങ്ങൾ എപ്പോഴും പരിശ്രമിച്ചു. പേരുകെട്ട വലിയ വനങ്ങളിൽ ഞങ്ങൾ അന്വേഷിച്ചു. ജനവാസമില്ലാത്തതും മൃഗങ്ങൾ നിറഞ്ഞതും കാട് പിടിച്ച് കിടക്കുന്നതുമായിട്ട് വനങ്ങളിലൊക്കെ തിരഞ്ഞെങ്കിലും അവരെ കണ്ടുകിട്ടിയില്ല. അർജുനെയും പാണ്ഡവരെയും പോയ വഴി പോലും അറിയാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിൽ അവരുടെ കാൽപ്പാടുകൾ ഞങ്ങൾ നോക്കി നടന്നു. മലനിരകളിലും ദുർഘടങ്ങളായിട്ടുള്ള പാതകളിലും ഗ്രാമങ്ങളിലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലും നഗരങ്ങളിലും തിരഞ്ഞെങ്കിലും ഒരിടത്തും അവരെയോ അവരുടെ ലക്ഷണങ്ങളോ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അവർ പൂർണ്ണമായും നശിച്ചു പോയിരിക്കാം. രാജാവിന് മംഗളം ഭവിക്കട്ടെ. രഥം ഓടിക്കുന്നവർ അന്വേഷിച്ചിട്ടും പാണ്ഡവർ പോയ വഴിയോ അവർ താമസിക്കുന്ന സ്ഥലമോ കണ്ടെത്താനായിട്ടില്ല. കുറേ ദിവസങ്ങൾ ഞങ്ങൾ പാണ്ഡവരുടെ മക്കളെ പിന്തുടർന്നു പോയി. കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. പാണ്ഡവരില്ലാതെ തന്നെ അവരുടെ കുട്ടികൾ ദ്വാരകയിൽ എത്തിയിട്ടുണ്ട്. അവരോടൊപ്പം ദ്രൗപദിയുമുണ്ട്. പാണ്ഡുപുത്രന്മാരില്ല. അവർ തീർച്ചയായിട്ടും നശിച്ചു കഴിഞ്ഞു. അങ്ങേക്ക് നമസ്കാരം. ആ പുണ്യവാന്മാരുടെ യാത്രയെക്കുറിച്ചിട്ടോ താമസ സ്ഥലത്തെക്കുറിച്ചിട്ടോ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. അവരുടെ വാർത്തകളോ പ്രവൃത്തികളോ ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. സ്വാമി, അങ്ങ് കൽപ്പിച്ചാലും ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനി പാണ്ഡവരെ അന്വേഷിക്കണമെങ്കിൽ അത് എങ്ങനെ വേണം? അല്ലയോ രാജാവേ, ഞങ്ങൾ പറയുന്ന ഈ നല്ല വാർത്തയെ കൂടി അങ്ങ് കേൾക്കുക. മഹാബലവാനും മത്സരാജാവിൻ്റെ സേനാപതിയും ത്രികർത്തന്മാരെ തോൽപ്പിച്ചവനുമായിട്ടുള്ള കീചകനെ ഗന്ധർവന്മാർ കൊന്നു വീഴ്ത്തിയിരിക്കുന്നു. പാണ്ഡവർ ഇല്ലാത്തതുകൊണ്ടാണല്ലോ കീചകനെ ഗന്ധർവന്മാർക്ക് കൊല്ലാൻ കഴിഞ്ഞത്. ശത്രുക്കളുടെ പരാജയം അങ്ങ് ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ. അതിപ്പോൾ അങ്ങ് കേട്ടിരിക്കുന്നു. രാജാവെ, അങ്ങ് സന്തോഷിച്ചാലും മേലിൽ എന്താണ് വേണ്ടതെന്ന് അങ്ങ് കൽപ്പിച്ചാലും. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ചാരന്മാരുടെ വാക്ക് കേട്ട് കുറേ നേരം വിഷമിച്ചിരുന്നതിന് ശേഷം ദുര്യോധനൻ സഭയിലുള്ളവരോട് പറഞ്ഞു, കാര്യങ്ങളുടെ പോക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് പ്രയാസം തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും ഗൗരവമായി ചിന്തിക്കണം. പാണ്ഡവന്മാർ എവിടെ പോയിട്ടുണ്ടാവും? അവരുടെ അജ്ഞാതവാസം അവസാനിക്കാൻ ഇനി കുറച്ചു കാലമേ ഉള്ളൂ. 13ാമത്തെ വർഷവും തീരാൻ പോവുകയാണ്. ഈ വർഷത്തിൽ അല്പം കൂടി കഴിഞ്ഞാൽ അവർ ശബ്ദം പൂർത്തിയാക്കി പുറത്തു വരും. അവർ മത്തഗജങ്ങളെപ്പോലെയും പാമ്പുകളെപ്പോലെയും അപകടകാരികളാണ്. അവർ ദേഷ്യപ്പെട്ട് വന്നാൽ കൗരവർക്ക് തടുക്കാൻ കഴിയില്ല. എല്ലാവരും കാലത്തിൻ്റെ മാറ്റം അറിയുന്നവരും കഷ്ടതകളെ അതിജീവിച്ചവരുമാണ്. ദേഷ്യം അടക്കി പിടിച്ചിരിക്കുന്ന അവർ വീണ്ടും നാട്ടിലേക്ക് വരാതെ കാട്ടിലേക്ക് തന്നെ മടങ്ങുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. അതിനുവേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യണം. എതിരാളികളില്ലാത്തവനായിട്ട് എൻ്റെ രാജ്യം നിലനിൽക്കാൻ വേണ്ടത് ഉടനെ ചെയ്യണം. ഇത് കേട്ടിട്ട് കർണൻ പറഞ്ഞു, സാമർഥ്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ മിടുക്കരായിട്ടുള്ള വേറെ ചാരന്മാരെ വേഗം അയക്കുക. പേരുകേട്ട സ്ഥലങ്ങളിലൊക്കെ അവർ രഹസ്യമായിട്ട് അന്വേഷിക്കട്ടെ. പണ്ഡിത സഭകളിലും ആശ്രമങ്ങളിലും നഗരങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഖനികളിലും അവർ മനസ്സിരുത്തി തിരയട്ടെ. ഉത്സാഹത്തോടെ മിടുക്കരായിട്ടുള്ള ചാരന്മാർ അന്വേഷിച്ചാൽ ഒളിച്ചു താമസിക്കുന്ന അവരെ കണ്ടുപിടിക്കാതിരിക്കില്ല. നദീതീരങ്ങൾ, തീർത്ഥങ്ങൾ, ഗ്രാമങ്ങൾ, ആശ്രമങ്ങൾ, പർവ്വതങ്ങൾ, ഗുഹകൾ നല്ല വൈദഗ്ധ്യത്തോടു കൂടിയിട്ട് അവർ തിരയട്ടെ. ദുശാസനൻ പറഞ്ഞു, നമുക്ക് വിശ്വാസമുള്ള ചാരന്മാർ നാം നൽകുന്ന രഥവുമായി പോയി അവരെ തേടിപ്പിടിക്കട്ടെ. കർണൻ പറഞ്ഞതൊക്കെ ശരിയായ കാര്യമാണ്. ചാരന്മാരൊക്കെ വിചാരിച്ചതുപോലെ പലയിടത്തും തിരിഞ്ഞു നോക്കണം. ഇവരും മറ്റുള്ളവരും പല നാടുകളിലായിട്ട് തിരിയുമ്പോൾ അവരെ കണ്ടുപിടിക്കാതിരിക്കാനാവില്ല. അവരുടെ സഞ്ചാരവും താമസവും ജോലികളും എല്ലാം കണ്ടുപിടിക്കാം. ഏറ്റവും രഹസ്യമായിട്ടുള്ള കടലിൻ്റെ അക്കരയിലേക്ക് പോലും അവർ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അഭിമാനികളായിട്ടുള്ളവർ പുലികൾക്ക് ഭക്ഷണമായിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ സങ്കടപ്പെട്ട് അവർ മരിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് മനസ്സുറപ്പിച്ച് ഒട്ടും വിഷമിക്കാതെ വിചാരിച്ച കാര്യം ഉത്സാഹത്തോടു കൂടിയിട്ട് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ തൽക്കാലം കഥ പറച്ചിൽ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ക്ഷമയോടു കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ബാക്കി അടുത്ത ദിവസം നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.